Hi everyone, this is Ebin Che from Epica. അങ്ങനെ നമ്മുടെ iOS 7.3 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ ആപ്പിൾ കുറേയധികം അപ്ഡേഷൻസും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു iOS 7.3ൻ്റെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഒരു പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടാറുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സ്, അവിടെ നിന്ന് തന്നെ ജനറൽ, അവിടുന്ന് എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും iOS 17.3 21D50 എന്ന്. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഒരു അപ്ഡേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഐഫോണിൽ ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ്. കാരണം നമ്മുടെ ഡിവൈസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇനി മുതൽ നമുക്ക് ഈ ഐഫോണിൽ ഒരു പുതിയ ലെയർ ഓഫ് സെക്യൂരിറ്റിയും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മുടെ ഫേസ് ID ആൻഡ് പാസ്കോഡിലേക്ക് പോകാം. ഫേസ് ID ആൻഡ് പാസ്കോഡിലേക്ക് പോകാം. നേരെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും, സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഐഫോണിന് ഒരു പുതിയ ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ ഐഫോണിൽ കുറച്ചധികം സേവ്ഡ് ലൊക്കേഷൻസ് നമ്മൾ ആഡ് ചെയ്യും. എൻ്റെ വീട്, അതേപോലെ എൻ്റെ വർക്കിംഗ് പ്ലേസ് എന്നിങ്ങനെ എല്ലാവരും സേവ് ചെയ്യുന്ന കുറച്ച് ലൊക്കേഷൻസ് ഉണ്ടാവും. ഈ ഒരു ലൊക്കേഷൻസിൽ വെച്ച് മാത്രമായിരിക്കും ഇനി മുതൽ നമ്മുടെ ഐഫോണിൻ്റെ സെൻസിറ്റീവ് കോണ്ടന്റ്, അതായത് നമ്മുടെ ആപ്പിൾ ഐഡിയുടെ പാസ്വേഡ് എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുക. വേറെ ഒരു സ്ഥലത്ത് വെച്ചും നമ്മുടെ ഡിവൈസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരാളിപ്പോൾ എൻ്റെ ഐഫോൺ എടുത്തുകൊണ്ട് പോവാണ്, ആ ഒരു ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ ആപ്പിൾ ഐഡിയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ലോക്കിലേക്ക് നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി പോകും. അതേപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ സേവ്ഡ് ലൊക്കേഷനിൽ വെച്ച് മാത്രമായിരിക്കും പറ്റുക. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യാണ്. എൻ്റെ ഫേസ് ID ചോദിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഇപ്പോൾ കറക്റ്റായിട്ട് ഓഫ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അൺസേവ്ഡ് ലൊക്കേഷനിൽ വെച്ചാണ് ഇത് ഓഫ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ എൻ്റെ ഫേസ് ID വെച്ച് എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഫേസ് ID വെച്ച് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 1 hourൻ്റെ ഡിലേ നമ്മുടെ ഡിവൈസിൽ കാണിക്കും. ആ ഒരു 1 hourൻ്റെ ഡിലേ വെച്ചാൽ നമ്മുടെ ഡിവൈസിൽ ബേസിക്കായിട്ട് നമുക്ക് ഫോൺ വിളിക്കാം, ഫോട്ടോസ് എടുക്കാം, മെസ്സേജ് അയക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ സെൻസിറ്റീവായ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ ഫേസ് IDയോ അല്ലെങ്കിൽ നമ്മൾ പാസ്കോഡോ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ജേണൽ ആപ്പിൽ വന്ന സെറ്റിങ്സ് ആണ്. നേരെ താഴത്തേക്ക് പോകാം. ഇവിടെ ജേണൽ ആപ്പിൻ്റെ ഓപ്ഷൻ്റെ സെലക്ട് ചെയ്യാം. iOS 17.2.1ലും അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ എല്ലാ അപ്ഡേഷൻസിലും നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും ഈ ഒരു ഓപ്ഷൻസ് ഇത്രയും നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്തല്ല ആപ്പിൾ വെച്ചിരിക്കുന്നത്. പക്ഷേ iOS 7.3ലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് തന്നെ നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. ജേണൽ സജഷൻസ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ വെച്ചിരിക്കുന്നുണ്ട്. ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്ത വന്നിരുന്ന മാറ്റം iOS 7.2ൻ്റെ ബേറ്റയിൽ നമുക്ക് വന്നിട്ട് അത് റിമൂവ് ചെയ്തു. ഇപ്പോൾ iOS 7.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ആപ്പിൾ കൊളാബറേറ്റ് പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ ഇനി മുതൽ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്ലേലിസ്റ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ എബിൻ സേവിയർ ആൻഡ് വൺ അനദർ എന്ന് കാണാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു പാട്ടിൻ്റെ കൂടെ തന്നെ ഒരു പുതിയ ഇമോജി സെഷനും കാണാൻ പറ്റും. ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പുതിയ ഓപ്ഷനാണ് ഒരു ഇമോജി എന്ന് പറയുന്നത്. നേരെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഓപ്ഷൻസ് നമുക്കിവിടെ കാണിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഇമോജിയുടെ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു പാട്ടിന് നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റും. ഇനി അടുത്ത വന്ന മാറ്റമാണ് എൻ്റെ ഹോം സ്ക്രീനിലും അതേപോലെ ലോക്ക് സ്ക്രീനിലും നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം പൂക്കളുള്ള ഒരു വാൾപേപ്പറാണ് ഇത്. നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന
ഒരു പുതിയ വാൾപേപ്പറാണ്. യൂണിറ്റി എന്ന് പറയുന്ന പേരിൽ, യൂണിറ്റി ബ്ലൂം എന്ന് പറഞ്ഞ പേരിൽ ഈ ഒരു വാൾപേപ്പർ കുറേയധികം കൂട്ടുകാർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാൾപേപ്പർ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ iOS 17 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ മാത്രമാണ് ഈ ഒരു വാൾപേപ്പർ ലഭിക്കുക. സോ iOS 16 റൺ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വാൾപേപ്പർ വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാം. ഇനി iOS 17 എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പുതിയ വാൾപേപ്പർ സെലക്ഷനിലേക്ക് പോവാം. നേരെ താഴത്തേക്ക് പോവാം. ഇവിടെ യൂണിറ്റി എന്നുള്ള പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ കുറേയധികം കളേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾപേപ്പർ വരെ പഴയ യൂണിറ്റി ആയിരുന്നു. ഇനി മുമ്പോട്ടുള്ളതാണ് പുതിയ യൂണിറ്റി വാൾപേപ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്റ്റൈൽസ് മാറ്റാൻ പറ്റും. റെഡ് ആക്കാം, ഗ്രീൻ ആക്കാം, അതേപോലെ മൾട്ടി കളർ ആക്കാം, ബ്ലാക്ക് ആക്കാം. ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അപ്പിയറൻസിൻ്റെ ഓപ്ഷൻ നമുക്ക് വരില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാവുന്ന ഓപ്ഷൻ ആപ്പിൾ ഈ ഒരു യൂണിറ്റിൽ കൊണ്ടുവരില്ല. യൂണിറ്റി വാൾപേപ്പർ എന്നുകൊണ്ട് പറയുന്നത് ഫുൾ ബ്ലാക്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്സ് കമ്മ്യൂണിറ്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാൾപേപ്പർ കളക്ഷൻസ് ആപ്പിൾ എല്ലാ കൊല്ലവും റിലീസ് ചെയ്യുന്നത്. ഇനി അടുത്ത വന്ന മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ iOS 7.2 വന്നപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു, ഈ ഒരു ഓപ്ഷൻ കുറച്ചും കൂടെ മോൾഡ് ചെയ്യാനുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ആപ്പിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെറ്റിങ്സിൽ ജനറൽ ഓപ്ഷനിൽ പോയിട്ട് ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇനി മുതൽ ആപ്പിൾ ID സിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളും നമുക്കിവിടെ കാണാൻ പറ്റും. നേരത്തെ ഈ പറഞ്ഞ ഐഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ എയർപോഡ്സ് അതേപോലെ വേറെ എന്തെങ്കിലും ഡിവൈസുകൾ മാത്രമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ, പക്ഷേ ഇപ്പോൾ ആപ്പിൾ ID സിങ്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ കവറേജും ബാക്കി കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പയർ ആയതും അതേപോലെ ആപ്പിൾ കെയർ പ്ലസ് എടുക്കുന്നതും എടുക്കാനായിട്ട് താല്പര്യമുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആപ്പിൾ തന്നെ ഈ ഒരു കീനോട്ടിൽ 17 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എയർ ഡ്രോപ്പ് ഇൻ ഹോട്ടൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അമേരിക്കയിലേക്ക് ഹോട്ടലിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഡിവൈസ് എയർപ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് പ്രസൻറ്റേഷൻസോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ ബാക്കിയോ എല്ലാം കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന എയർപ്ലേ ഇൻ ഹോട്ടൽസ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷനും നമ്മുടെ iOS 7.3 വരുമ്പോൾ എയർ ഡ്രോപ്പ് ഓപ്ഷനിലേക്കും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് അടുത്ത വന്നിരിക്കുന്ന മാറ്റം iPhone 14 ഓർ ലേറ്ററിൽ മാത്രമാണ്. ക്രാഷ് ഡിറ്റക്ഷൻ എന്ന ഓപ്ഷൻ ആപ്പിൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. ഓരോ അപ്ഡേഷനിലും ആ ഒരു സെൻസേഴ്സിൻ്റെ ആക്യുറസിയും ബാക്കി കാര്യങ്ങളും ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രാഷ് ഡിറ്റക്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടും iOS 17.3 വർക്ക് ചെയ്യുന്നത്. ഇനി iOS 7.3 ബഗ്സിലേക്ക് നോക്കാം. iOS 7.3 ബേറ്റ 2 എനിക്ക് മുട്ടനൊരു ബഗ് കിട്ടി. കാരണം ഫോണിൻ്റെ ഫുൾ സ്ക്രീൻ വെറുതെ സ്റ്റട്ടർ ചെയ്യുന്ന ഒരു ഇഷ്യൂ എനിക്ക് വന്നായിരുന്നു. എസ്പെഷ്യലി കോൾ വിളിക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മുടെ കോള് പോകും. നമ്മളിപ്പോൾ കോൾ ചെയ്യുമ്പോൾ നേരെ ഹോം സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഡൈനാമിക് എലമെൻ്റ് ഇല്ലാത്ത ഡിവൈസിൽ ഈ ഒരു ഓപ്ഷനിലാണ് അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്കാണ് ആ ഒരു കോള് പോവുക. ജസ്റ്റ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും, വേറെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇഷ്യൂ iOS 7.3 ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് വന്നപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയുന്നത്, ഒരു അപ്ഡേഷൻ വന്ന് അപ്പം തന്നെ ചാടിക്കറി അപ്ഡേറ്റ് ചെയ്യേണ്ട, കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്കും ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രം ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യുക. എസ്പെഷ്യലി 13 ഡിവൈസുകാരോടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസ് ഇത്രയും നേരവും റൺ ചെയ്യുന്നത്. വേറെ ഇഷ്യൂസോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. തേർമൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും ആപ്പിൾ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് iOS 17 തൊട്ട് നമ്മുടെ ഹീറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ തേർമൽ മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിവൈസ് ഇത്ര നേരം യൂസ് ചെയ്തിട്ടും വലിയ ചൂടോ ബാക്കി കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, ഒരു അപ്ഡേഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് പറയാൻ പറ്റില്ല. ഒരു 3-4 ദിവസം തറവായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ബാറ്ററി ഹെൽത്ത് നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 81% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി 80 എൻ്റെ ഈ പറയുന്ന ഡിവൈസിലേക്ക് ഒരു മെസ്സേജ് വരും, എൻ്റെ ബാറ്ററി മാറ്റാനായിട്ടൊരു പ്രോംപ്റ്റ് പോലത്തെ ഒരു മെസ്സേജ്. അതേപോലെ എൻ്റെ ബാറ്ററി ലോഗ് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 7 മണിക്കൂറും 35 മിനിറ്റും, സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 42 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് സോഷ്യൽ മീഡിയയും അതേപോലെ സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 7.3 ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക,
തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണെ എനേബിൾ ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളുമാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Ebin Xavier signing from Evica.